ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. മറ്റുള്ള തന്നെക്കാൾ കെപ്പുള്ളതിനെ കണ്ടാൽ അവൻ്റെ ശക്തി തൻ്റെ കാര്യത്തിന് ഉപയോഗിക്കുക. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ നോക്കിയപ്പം ദൈവം ഏറ്റവും വലിയ ശക്തനാ. ദൈവത്തെ എങ്ങനെങ്കിലും എൻ്റെ കാര്യം സാധിക്കാൻ കിട്ടിയാൽ കാര്യം കുശാലായി. അല്ലയോ ഇപ്പം ദേഷ്യമൊക്കെ വരും, എനിക്കറിയാം. ദേഷ്യം വരുന്നതിനകത്ത് കാര്യമൊന്നുമില്ല, വിശദീകരണം ചോദിച്ചാൽ പറയാം. ദൈവത്തെ എൻ്റെ കാര്യത്തിന് ഉപയോഗിക്കാൻ കിട്ടിയാൽ കൊള്ളാം. അതുകൊണ്ട് എങ്ങനെ ദൈവത്തെ പ്രീണിപ്പിച്ചായാലും ദൈവത്തിന് മുമ്പിൽ എങ്ങനെയെങ്കിലും ദൈവത്തെ എൻ്റെ പാട്ടിലാക്കി എൻ്റെ കാര്യം സാധിക്കുക. ഇതല്ലയോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വീഴണം നമ്മൾ. സ്തോത്രം. തിരിച്ചു വീഴണം. ദൈവത്തിനു വേണ്ടി ഞാനെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ മുഴുവൻ ശക്തിയും നമുക്ക് നന്മയായതിനു വേണ്ടി തീർച്ചയായും വ്യാപരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കാൻ മടിക്കരുത്, മറക്കരുത്. ഞാൻ എന്നെ കരുതുന്നതിനേക്കാൾ എൻ്റെ ദൈവം എന്നെ കരുതുന്നതാണ് ഏറെ നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിനെ എടുക്കുക എന്നതിനേക്കാൾ കർത്താവിനായിട്ട് നമ്മളെ കൊടുക്കുക എന്ന ചിന്തയിലേക്ക് നമ്മൾ വരണം. അവരെ നിത്യജീവനെ കാണുകയുള്ളൂ. സ്തോത്രം. മാത്രമല്ല പിന്നെ നമ്മൾ ചിന്തിച്ച മറക്കല്ലേ, കൊരിന്ത്യർക്ക് 1:16 1 Corinthians chapter 16 verse 22, കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. കർത്താവ് വരുന്നു. കർത്താവിൻ്റെ വരവിങ്കൽ ചേർക്കപ്പെടുവാൻ നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. നമ്മളതും ഇന്നലെ ചിന്തിച്ചു, എന്താണ് സ്നേഹം? അത് കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയണം എന്നെനിക്ക് താല്പര്യമുണ്ട്. എന്നിട്ട് അടുത്ത ഭാഗത്തോട്ട് ഞാൻ കടക്കാം. കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, പലപ്പോഴും നല്ല മിടുമിടുക്കന്മാരായ ചെറുപ്പക്കാർ അവർ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ടല്ലോ. ചിന്തിക്കണം. നിങ്ങൾ വിചാരിക്കരുത് ഈ കർത്താവിനെ പിൻപറ്റുന്നവൻ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ദൈവം നമുക്ക് ചിന്ത തന്നിരിക്കുന്ന വേദപുസ്തകമൊക്കെ പഠിക്കാനും നമുക്ക് ന്യായമായി തോന്നുന്ന സംശയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ വെച്ച് നമുക്കതിന് ഉത്തരം കണ്ടുപിടിക്കാനും ഒക്കെ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വീട്ടിൽ വന്നതിനോട് ചോദിച്ചൊരു ഉപവാസ പ്രാർത്ഥന ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞെന്ന് യുക്തിയും ബുദ്ധിയും ചിന്തയും ചോദ്യവും ഇതെല്ലാം പുറത്തിട്ടേച്ച് ഇങ്ങോട്ട് കയറിയാൽ മതി. മനസ്സിലായോ? സ്തോത്രം. ഇവിടെ പറയുന്ന എന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്തനുസരിക്കാൻ സന്മനസ്സുള്ളത് മാത്രം ഇങ്ങോട്ട് കയറി വെച്ചാൽ മതി. ചിലപ്പോൾ ഞാൻ നിങ്ങൾ ഉച്ചയും കുത്തി നിൽക്കാൻ പറയും, അത് പറഞ്ഞാലും അനുസരിക്കാൻ സന്മനസ്സുള്ളത് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് അവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നിട്ട് ബ്രദർ കയറിയോ? ഏതായാലും ഒന്ന് കയറിയ ഉച്ചയും കുത്തി നിൽക്കാൻ പറയണേ, അന്നേരം ഇഞ്ഞ് പോരാവുന്നും കണ്ട് ഞാൻ ചെന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. പലരുടെയും ചിന്ത അങ്ങനെയാണ്. സ്തോത്രം. യുക്തിയും ബുദ്ധിയും ഒന്നും ഇതിനകത്ത് പാടില്ല. ദൈവ വചനത്തിന് പാടില്ല, ദൈവസന്നിധി പാടില്ല. എൻ്റെ പൊന്നു സൗകര്യങ്ങളെ അങ്ങനെയൊന്നുമല്ല എന്ന് വിചാരിച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നൊന്നുമല്ല. അതും ഒന്ന് അംഗീകരിച്ചോണം. ദൈവസന്നിധി ചെല്ലുമ്പോൾ നമ്മളൊരു ശിശുവിനെ പോലെ അങ്ങ് ചെല്ലണം. സ്തോത്രം. എന്നാൽ നമ്മുടെ ചിന്തയ്ക്ക് തൃപ്തി വരത്തക്കതുപോലുള്ള കാര്യം തൻ്റെ തിരുവെഴുത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? സ്തോത്രം. ആ സമർപ്പണത്തോടെ നമ്മൾ ചെന്നാൽ ദൈവം തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. സ്തോത്രം. അതാണ് കൺവിക്ഷൻ ഉണ്ടാകണം, ബോധ്യമുണ്ടാകണം. ബോധ്യം അതാണ് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത്. അപ്പോസ്തലന്മാരൊക്കെ അങ്ങനെ ആ സുവിശേഷം പറഞ്ഞു കൊടുത്തത്. ബോധ്യം വരുത്തി. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, പ്രവൃത്തി 28-23 വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹാ ചെയ്ത കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട് ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. എന്നാ വാക്കുകളാ! രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിക്കേണ്ടി വന്നിട്ടും ബോധ്യം വരുത്തി കൊടുത്തു. സ്തോത്രം. സഹോദരങ്ങളെ, നമ്മൾ വെറും നിഴലുകളെ പിൻപറ്റുന്നവരൊന്നുമല്ല. നമ്മൾ വെറും ഹിയർസയുടെ പുറകെ പോകുന്നവരല്ല, സത്യത്തെ പിൻപറ്റുന്നവരാണ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ആ ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവം എന്തിനാ, പലരും ചോദിക്കുന്ന, ദൈവം എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? സ്തോത്രം. ദൈവം എന്നെ സൃഷ്ടിച്ചത്, എന്നെ നിങ്ങളെ സൃഷ്ടിച്ചത് അവൻ്റെ സ്നേഹം അനുഭവിക്കാൻ. ഞാൻ കഴിഞ്ഞ രാത്രി നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞു. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും, നമ്മളവൻ്റെ സ്നേഹത്തെക്കുറിച്ച് ബോധ്യപ്പെടണമെന്ന്. ഈ സ്നേഹമെന്നൊക്കെ പറയുന്നത് സഹോദരങ്ങളെ, അത് ഒരു പ്രത്യേക വികാരമാണ്. സ്നേഹം
ഇഷ്ടപ്പെടലും സ്നേഹവും രണ്ടാ. നിങ്ങളൊന്ന് കൂടെ വരണേ. സ്നേഹം വേറെ, ഇഷ്ടപ്പെടൽ വേറെ, രണ്ടും രണ്ടാ. നമ്മൾ പലപ്പോഴും ഈ സ്നേഹമെന്ന് തെറ്റായി ചിലതിനെയൊക്കെ പറയാറുണ്ട്. ആൾ വളരെ യോഗ്യനാണ്, നല്ല തറവാടിത്തമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, കൊള്ളാം, നല്ല ജോലിയുണ്ട്, ആത്മീകനാണ്, അതുപോലെ ആൾ വളരെ യോഗ്യവതിയാണ്, നല്ല തറവാടിത്തമുള്ള കുട്ടി, കുലീനത്വമുള്ള കുട്ടി, വിദ്യാഭ്യാസമുണ്ട്, ആത്മീയതയുണ്ട്, എല്ലാ നിലയിലും. അവർ പരസ്പരം പരിചയപ്പെട്ടു. അവർ ചിലപ്പോൾ പരസ്പരം ഇച്ചിരിയൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയെന്ന് വരും. അപ്പം നാട്ടുകാർ പറയും, വാ അവർ ഭയങ്കര സ്നേഹമാണെന്ന് പറയും. അത് സ്നേഹമല്ല, അത് വെറും ഇഷ്ടപ്പെടല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, വെറും ഇഷ്ടപ്പെടല. എനിക്കറിയാം അങ്ങനെ ഭയങ്കര ഒരു കുഴി ചാവും എന്നൊക്കെ പറഞ്ഞ് നടന്ന. എന്ത് പറ്റി? അവന് പെട്ടെന്ന് അവൻ്റെ ജോലിയൊക്കെ ആയി, പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ജോലിയായി. അവന് ഒരു ജോലിയുടെ ഒരു പ്രൊമോഷന് വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് പോയതാണ്. അന്ന് ഫ്ലൈറ്റൊന്നും ഇത്രയും കോമൺ ആയിട്ടില്ലാഞ്ഞ കാലം പോകുമ്പോൾ ഒരു റെയിൽവേ ജംഗ്ഷനിൽ വെച്ച് അവൻ റെയിൽ പാളം ക്രോസ് ചെയ്ത് കിടക്കുമ്പോൾ തട്ടി വീണു, മുട്ടി. അന്ന് പാളത്തിലിടിച്ചു, മുട്ടിയരട്ട പൊട്ടിപ്പോയി. റെയിൽവേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വേണ്ട പോലെ കെയർ കിട്ടിയില്ല, ഇൻഫെക്ഷനായി, കാല് മുറിച്ചു, കഴിച്ചെന്തോ മരുന്നിന് റിയാക്ഷനായി, ശരീരം മുഴുവൻ റാഷസ് പോലെ ആയി. വിവരം അറിഞ്ഞ് പേരൻസിൻ്റെ കൂടെ കൊച്ചവിടന്മാർ ചെന്നു. ഒന്നേ കണ്ടുള്ളൂ, അംഗഹീനനും സൗന്ദര്യം നഷ്ടപ്പെട്ടവനും ആകെ കൂടി ശരീരം മുഴുവൻ വല്ലാതെ പാണ്ടുപോലെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഒന്നേ നോക്കിയുള്ളൂ, പിന്നെ എത്തി നോക്കിയില്ല. ഇതുകൊണ്ട് തന്നെ അവൻ ഭ്രാന്തനെ പോലെയായി. കാര്യമെന്താ? അത് സ്നേഹമല്ലായിരുന്നു, വെറും ഇഷ്ടപ്പെടലായിരുന്നു. എന്നാൽ സ്നേഹം എന്താണെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ കൂടെ വരണേ നിങ്ങളെ. കർത്താവിന് സന്നിധി പോകാൻ ആരാണെന്നുള്ളത് ഞാൻ ബേസിക് കാര്യം നിങ്ങളോട് പറയുക. സ്തോത്രം. പ്രിയമുള്ളവരെ, 1 കൊരിന്തി 13-ാം അധ്യായത്തിൽ സ്നേഹമെന്ന് പറഞ്ഞ് എന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ നിർവചനമുണ്ട്. സ്നേഹത്തിൻ്റെ നിർവചനം അവിടെ പറയുന്നത്, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. അടുത്തത് ശ്രദ്ധിക്കാറുണ്ട്, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാളും, അതാ സ്നേഹം, ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹം. ദോഷം കണക്കിടാത്ത ബന്ധം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം, മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന സംഭവങ്ങളുണ്ട്. അത് വിശദീകരണത്തിൽ പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഞങ്ങളുടെ സഭയിലെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഭവന സന്ദർശനത്തിന് പോയതാണ്. പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് ആ വീട്ടിലെ ഒരു 10-21 വയസ്സുള്ള ഒരു മോന് ഇച്ചിരി കുരുത്തക്കെട്ട കൂട്ടുകെട്ടിലൊക്കെ പെട്ടിങ്ങനെ പോയതാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് ഇവൻ കയറി വന്നു. അവൻ കയറി വന്നപ്പം അയ്യോ അവന് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു പോണേ. അവൻ നേരെ കയറി ബാത്റൂമിലോട്ട് കയറി കുളിക്കാൻ തുടങ്ങി. ഏകദേശം 3/4 മണിക്കൂർ ഞങ്ങൾ ഇരിക്കേണ്ടി വന്നു. അവനും അതൊക്കെ കഴിഞ്ഞ് ആളിച്ചിരി ക്ലീനായിട്ടൊക്കെ ഇറങ്ങി വന്നു. കയറിപ്പോയത് ഒരു മീൻസ് ആന കൂപ്പിൽ നിന്ന് ഇറങ്ങി വരണ മാതിരിയാണ് കയറിപ്പോയത്. അവൻ നല്ല ക്ലീനായിട്ടൊക്കെ ഇറങ്ങി വന്ന് പാസ്റ്റർ ഇരിക്കിടൂ, നാട്ടിൽ പറയും കുളം കാച്ച് കുളിക്കാൻ, എവിടെയായിരുന്നു? അയ്യോ എൻ്റെ പാസ്റ്റങ്ങളെ ഞാൻ അറിഞ്ഞില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അയ്യോ സമയം പോയി, ഞാൻ പോകണം, തിരക്കാണ്, എൻ്റെ ഫ്രണ്ട്സ് എന്നെ വെയിറ്റ് ചെയ്യുന്നു, അയ്യോ ഞാൻ താമസിച്ചു പോയി. അത് പറഞ്ഞു അമ്മേ 500 രൂപ വേണമെന്ന്. 10-30 കൊല്ലം മുമ്പാ 500 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് നല്ല മുതലുള്ള കാല. പോടാ എന്നൊക്കെ പറഞ്ഞു, ഇരിക്കും അവിടെ, നിൻ്റെ തലയിൽ തൊട്ട് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കട്ടെ, നിൻ്റെ പേരുള്ള ഭൂതം പോട്ടെ എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യം. ഇവൻ എന്ത് പറഞ്ഞു, 1, 2 പറഞ്ഞ് അമ്മയും മോനും കൂടി ഇച്ചിരി ഉടക്കി. തരുന്നില്ല. ഇതിനിടയിൽ ഈ അമ്മ പോയി അലമാര പൂട്ടി താക്കോൽ ഇങ്ങനെ സാരയുടെ ഇലയിൽ തിരികെയിരുന്നു. കുറേ കഴിഞ്ഞ് അരിച്ചമായി തരുന്നോ. ഇവൻ ആ സാധ്വിയായ മാതാവിൻ്റെ കഴുത്ത് കടന്ന് പിടിച്ച് ഞെരിച്ചു കളഞ്ഞു.